നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഹലോ മാസ്റ്റർ, ഇത് ഞാനാ മഴ. ഞാനാ മഴയോ? അതാരാ? ഞാനാ മഴ. ഓ, മഴ മഴ കുട കുട. അല്ല, അതൊരു പഴയ പരസ്യമല്ലേ? അയ്യോ, മഴമോളാ ഞാൻ. ഓ, മഴമോളായിരുന്നോ? എന്താ മോളെ കാര്യം? അമ്മൂട്ടിയുടെ ഫോണിൽ നിന്ന് ഞാൻ രഹസ്യമായിട്ട് വിളിക്കുന്നതാ. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എങ്കിൽ ആ കാര്യം രഹസ്യമായിട്ട് വേഗം പറഞ്ഞേ. അതെ, നാളെ വിഷുവാണെന്ന് ഇവിടെ എല്ലാരും പറയുന്നു. എല്ലാരും പറയുന്നല്ല, നാളെ വിഷുവാ. കൃഷ്ണനപ്പൂപ്പന് എന്തോ സർപ്രൈസ് കൊടുക്കുന്നൊക്കെ അമ്മൂട്ടി ഇവിടെ എല്ലാരോടും പറയുന്നുണ്ട്. ആണോ? അങ്ങനെയാണെങ്കിലേ അമ്മൂട്ടിക്ക് ഞാനും സർപ്രൈസ് കൊടുക്കാൻ പോവാ. ആഹാ, അത് കൊള്ളാലോ. എന്ത് സർപ്രൈസാ അമ്മൂട്ടിക്ക് കൊടുക്കാൻ പോകുന്നേ? എന്റെ സർപ്രൈസിന്റെ പേരാണ് MK മാസ്റ്റർ. MK മാസ്റ്ററോ? അതിന് ഞാനെന്ത് സർപ്രൈസ്? നാളെ സർപ്രൈസ് ആയിട്ട് MK മാസ്റ്റർ എന്റെ വീട്ടിൽ വരുമോ? മാസ്റ്റർ വീട്ടിൽ വന്നാ എല്ലാരും ഞെട്ടും. ഞാൻ ഇപ്പൊ തന്നെ എല്ലാരോടും പറയും നാളെ ഞാനും ഒരു സർപ്രൈസ് തരൂന്ന്. പ്ലീസ് മാസ്റ്റർ, നാളെ എന്റെ വീട്ടിലേക്ക് വാ. പോയേക്കല്ലേ? ഓക്കെ, നാളെ വിഷു ആഘോഷിക്കാൻ എന്റെ മഴമോളുടെ വീട്ടില് ഞാനും ഉണ്ടാവും. പോരെ? ഉറപ്പായും വരുമല്ലോ. ഉറപ്പായിട്ടും വരും. സൂപ്പർ ഉമ്മ. അപ്പോ എന്റെ സർപ്രൈസ് ഉണ്ട്, വയ്ക്കട്ടെ? നമ്മുടെ മോളും നീയും ഉണ്ടായിരുന്നെങ്കിൽ നാളത്തെ ദിവസം കണിയൊക്കെ ഒരുക്കി വിഷു കൈനീട്ടവും വിഷു സമ്മാനങ്ങളും വിഷു സദ്യയൊക്കെ ആയിട്ട് നമ്മളും അടിച്ചു പൊളിച്ചേനെ. അല്ലേ മോളു? നീയും നമ്മുടെ മോളും ഇല്ലാതെ എനിക്കെന്ത് വിഷു? എല്ലാ ദിവസത്തെയും പോലെ നാളത്തെ ദിവസവും കടന്നു പോകും. പക്ഷേ മഴമോള് വിളിച്ചതല്ലേ, ഒന്ന് പോയേക്കാം അല്ലേ? നല്ലൊരു ദിവസമാ, വിഷുവാ. വെറുതെ ചെന്ന് കേറുന്നത് ശരിയല്ലല്ലോ. മഴമോൾക്കൊരു വിഷു സമ്മാനം വാങ്ങിച്ചുകൊണ്ട് പോണ്ടേടോ. നമ്മുടെ മോളുടെ അതേ പ്രായമാ. നമ്മുടെ മോൾക്ക് കൊടുക്കേണ്ട വിഷു സമ്മാനം നാളെ ഞാൻ മഴമോൾക്ക് കൊടുക്കും. അവളും ഹാപ്പി ആവട്ടെ, അല്ലേ? എല്ലാ സർപ്രൈസും ഇപ്പൊ പൊളിയും. അമ്മൂട്ടി കേട്ട് കാണും. എന്റെ ഫോൺ എടുത്തു വെച്ച് എന്ത് ചെയ്യുവാ?
അപ്പൊ ഒന്നും കേട്ടില്ലെന്ന് തോന്നുന്നു. ഫോണിൽ കളിക്കാനുള്ള പരിപാടിയാണോ? അല്ല, അമ്മൂട്ടിയുടെ ഫോൺ ദാ പിടിച്ചോ. ഉം. എന്തോ ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ മോളുടെ മുഖത്ത്. കള്ളലക്ഷണമൊന്നുമില്ല. നാളെ അമ്മൂട്ടിക്ക് ഞാനൊരു സർപ്രൈസ് തരും. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? അപ്പൂപ്പന് കൊടുക്കാൻ പോകുന്ന സർപ്രൈസിനെ പറ്റി അമ്മൂട്ടിയും പറഞ്ഞില്ലല്ലോ. ഞാൻ തരുന്ന സർപ്രൈസും പറയില്ല. അത് നാളെ കണ്ടാ മതി. അമ്മൂട്ടിയോടല്ലേ പറയുന്നേ? മോളല്ലേ പറയുന്നേ എന്ന് നേരത്തെ ഞാനും പറഞ്ഞല്ലേ. എന്നിട്ട് പറഞ്ഞോ? ഇല്ലല്ലോ. ഞാനും പറയില്ല. ഉം. എന്റെ സർപ്രൈസ് എല്ലാരും നാളെ കണ്ട് ഞെട്ടും. ഓക്കെ? ഭഗവാനെ, ബാക്കിയുള്ളവരൊക്കെ എവിടെ? ഓരോരുത്തരായിട്ട് വന്ന് കണി കണ്ടു തൊഴുതുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. മഴമോളെ കൊണ്ടുവന്ന് കണി കാണിച്ചോ? ആ, ദേ വരുന്നു മഴമോള്. ദേ നോക്കി. തൊഴുത് പ്രാർത്ഥിക്കുമോളെ. കൃഷ്ണമാമ കണി കണ്ടായിരുന്നോ? അച്ഛൻ അച്ഛൻ ദേ വരുന്നു. അപ്പൂപ്പ, എനിക്ക് കൈനീട്ടം തരുന്നില്ലേ? എന്റെ മോൾക്ക് കൈനീട്ടം തരാതെ ഞാൻ പിന്നെ ആർക്ക് കൊടുക്കാനാ? താങ്ക് യു. താങ്ക് യു. ആ, കൈനീട്ടം ഞങ്ങൾക്കും വേണം. ഞങ്ങളുടെയും കാരണവര് നീ തന്നെയാ. വേണമെങ്കിലേ അച്ഛമ്മയും അമ്മമ്മയും കൂടെ അച്ഛനെ കൃഷ്ണമാമാന്ന് വിളിക്കും. അപ്പൂപ്പ, നമുക്ക് പടക്കം കത്തിക്കാൻ പോവാം. പടക്കം കത്തിക്കലൊക്കെ കുറച്ച് കഴിഞ്ഞ്. അതിന് മുമ്പ് ഒരു പരിപാടി കൂടിയുണ്ട്. അത് ശരിയാ, മോളുടെ വക എന്തോ ഒരു ഉഗ്രൻ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അതെവിടെ? ആ സർപ്രൈസ് കൃഷ്ണമാമയ്ക്കുള്ളതാ. എങ്കിൽ പിന്നെ എന്തിനാ മോളെ വച്ച് താമസിപ്പിക്കുന്നത്? അതിങ്ങ് എടുത്തോണ്ട് വാ. അങ്ങനെ എടുത്തോണ്ട് വരാൻ പറ്റുന്ന സാധനമല്ലത്. അതാണ് ഈ വർഷത്തെ കൃഷ്ണമാമയ്ക്കുള്ള യഥാർത്ഥ കണി. യഥാർത്ഥ കണിയോ? അതെന്താ? വെറുതെ ടെൻഷൻ അടുപ്പിക്കല്ലേ മോളെ. കാര്യം എന്താന്ന് വെച്ചാ പറ. ഈ വിഷുക്കണി കൃഷ്ണമാമയ്ക്കുള്ളതാണെങ്കിലും ആ സമ്മാനം എല്ലാവർക്കും ഉള്ളതാ.
ഞാൻ കൃഷ്ണമാമയുടെ കണ്ണ് പൊത്തിക്കൊണ്ടുപോയി ആ കണി കാണിച്ചു കൊടുക്കും. നമുക്ക് പോയാലോ കൃഷ്ണമാമ? എവിടേക്ക്? എവിടേക്കെന്നൊക്കെ പിന്നെ പറയാം. പക്ഷെ കണ്ണ് പൊത്തിയെ കൊണ്ടുപോവും. ആയിക്കോട്ടെ, എന്താന്ന് വെച്ചാ ചെയ്തോ. അപ്പൊ അങ്ങോട്ട് തിരിഞ്ഞു നിന്നോ കൃഷ്ണമാമ, ഞാൻ കണ്ണു പൊത്തട്ടെ. ഇനി നേരെ മുന്നിലേക്ക് നടന്നു. ദേ, ആരും എവിടെ നിക്കണ്ടാട്ടോ. എല്ലാവരും എന്റെ കൂടെ വാ. കണി ഇപ്പൊ എത്തും. ഇപ്പൊ എത്തുന്നോ? വാ മോളെ. ഈ ചേച്ചി എന്തൊക്കെയാ പറയുന്നേ?